നോക്കൂ, സെറ്റ് പരീക്ഷ ഇങ്ങ് അടുത്തെത്താറായിട്ടുണ്ട്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 19 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ ഈ അവസാന സമയം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എന്ത് ചെയ്തു? പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, ഒരുപാട് തിയറികൾ പഠിച്ചു, ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നുപോയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താണ് ചെയ്യാൻ കഴിയുക ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ? ഇനിയും ബാക്കി ഒരുപാട് തിയറി നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ടെന്നറിയാം. പക്ഷേ അതെല്ലാം കൂടി ഇനി ഒരു 14 ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കുക സാധ്യമല്ല അല്ലേ. അപ്പോൾ എന്താണ് ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പഠനത്തിൻ്റെ വഴി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് സബ്ജക്റ്റ് ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ അവസാന നിമിഷത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷയെക്കുറിച്ചാണ്. പരീക്ഷയെ പഠിക്കുക എന്നത്, അതായത് പരീക്ഷയെ പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ പഴയ മുൻകാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളെ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തുക, അതിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും ഈ വരുന്ന പരീക്ഷയ്ക്ക് എങ്ങനത്തെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവും. ഓക്കെ. മാത്രമല്ല സെറ്റ് പരീക്ഷയ്ക്ക് പലപ്പോഴും പല ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കാകെ 19 ദിവസങ്ങളാണ് ഉള്ളത്. കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. 19 തൊട്ട് 0 ആകുമ്പോഴേക്കും നമ്മുടെ പരീക്ഷയായി. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി? നമ്മൾ 26 തൊട്ട് ക്രാഷ് കോഴ്സിൻ്റെ ഷെഡ്യൂൾ തുടങ്ങാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്നത്, പഴയ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അടയാളപ്പെടുത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് തരിക. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പർ നമുക്കറിയാം ഒരു 6 മൊഡ്യൂളുകളുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ മൊഡ്യൂൾ 1 നിന്നുള്ള 3 വർഷങ്ങളിലെ മൊഡ്യൂൾ 1 നിന്നുള്ള ചോദ്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് തന്നെ ഐഡിയ കിട്ടും ഏത് ഒക്കെ ചോദ്യങ്ങളാണ് ഈ മൊഡ്യൂൾ 1 വരിക എന്നുള്ള ധാരണ കിട്ടും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കുക, ഫിസിക്സിൻ്റെ തന്നെ 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമ്മൾ കടന്നു പോകും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 120ഓളം ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എത്രത്തോളം MCQയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, മാക്സിമം നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഓരോ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മളൊരു 3 ദിവസങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത്, അലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ആ ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോവുക. നിങ്ങൾക്ക് കഴിയുന്നത്രയും നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ചില ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുകയും അതിൻ്റെ ആൻസറുകൾ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്യണം. ഓക്കെ. ചോദ്യവും അതിൻ്റെ ഉത്തരവും കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. ഓക്കെ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള തിയറി എങ്ങനെ ഡിറൈവ് ചെയ്തു, എങ്ങനെ വന്നു എന്നൊന്നും അറിയണ്ട. ജസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് എൻ്റെ ഉത്തരം. അപ്പോൾ അതിലൂടെയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റു പല ചോദ്യങ്ങളെ സോൾവ് ചെയ്യാൻ കഴിയും. കാര്യം ഇവിടെ നിങ്ങൾക്ക് അല്ലേ ഓപ്ഷനുകൾ തരുന്നുണ്ട്, ABCD 4 ഓപ്ഷനുകൾ തരുന്നുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനുകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇതല്ല ഓപ്ഷൻ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശരിയായ ഉത്തരത്തിലേക്കുള്ള സാധ്യത കൂടുകയാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷനുകളെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ പിന്നെയുള്ള 2 ഓപ്ഷനുകളാണ് അല്ലേ. അതിൽ ഒന്ന് കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. അതായത് 50% നിങ്ങൾ പിന്നീട് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യുമ്പോൾ ഉത്തരം ശരിയാവാനുള്ള സാധ്യത. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ചോദ്യങ്ങൾ പഠിക്കുക, ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പഠിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ അല്ലേ, ഓരോ മൊഡ്യൂൾ വൈസാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആ മൊഡ്യൂളിൽ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ മൊഡ്യൂൾ 1 വരുന്ന ചില ചോദ്യങ്ങളിൽ ഗവർണർ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വർഷം മാറുമ്പോൾ ഈ ഗവർണർ മാറും. അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള ഗവർണർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുകയാണെങ്കിൽ ജനറൽ പേപ്പർ വളരെ സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു അവസാനത്തെ 19 ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൃത്യമായിട്ടും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ശതമാനം ചോദ്യങ്ങളെ നിങ്ങൾക്ക് അധികം തിയറി അറിയാതെ തന്നെ ടാക്കിൾ ചെയ്യാൻ കഴിയും. ഓക്കെ. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ചില ചോദ്യങ്ങൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നവയുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യപേപ്പറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്നൊക്കെയുള്ള ധാരണ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇതിലൂടെ കടന്നു പോവാതിരിക്കരുത്, മുൻവർഷ ചോദ്യങ്ങൾ പേപ്പറുകളിലൂടെ കടന്നു പോവാതിരിക്കരുത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അതിൻ്റെ ചോദ്യങ്ങൾ ആൻസറുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂളുകളായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സുഖമായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുകയും എക്സാം ട്രാക്ക് ചെയ്യുകയും ചെയ്യാൻ സാധ്യമാവും. ഓക്കെ.
അപ്പോൾ ഈ വെബിനാറിലൂടെ എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എന്തൊക്കെയാണ് ട്രിക്കുകൾ ഉള്ളതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി ക്ലാസ്സുകൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് ഓൾറെഡി കിട്ടും. ഇനി ആർക്കെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ www.thescience.com എന്നൊരു വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ബട്ടൺ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. ആ മെയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇതിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. പുതുതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക, ഇങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിലാണ് നമ്മൾ ക്ലാസ്സുകൾ തരിക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സാം തന്നെ വളരെ സുഖമായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ.